KMIC 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 News 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം KMIC News KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും ഇന്റർനെറ്റ് റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. തിരുകേശപ്പള്ളിക്ക് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പണപ്പിരിവ് നടത്തിയിട്ടില്ലെന്ന് പോലീസ് ഇന്റലിജൻസ് വിഭാഗം. തിരുകേശത്തെക്കുറിച്ചുള്ള വസ്തുതാന്വേഷണം ക്രമസമാധാനം തകർക്കുമെന്ന് സർക്കാർ. സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിന് ISO രാജ്യാന്തര ബഹുമതി. ഒരു മദ്രസ പ്രസ്ഥാനത്തിന് രാജ്യാന്തര ബഹുമതി ലഭിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായി. ഷാഇർ മുബാറക് ദർശനവും മീലാദ് ആഘോഷവും തിങ്കളാഴ്ച മർക്കസിൽ. ആത്മനിർവൃതിയായി കുണ്ടൂർ ഗൗസിയ നഗരിയിൽ ആത്മീയ സമ്മേളനം. ആശിഖ് റസൂൽ ശൈഖുന കുണ്ടൂർ ഉസ്താദ് 7ാമത് ഉറൂസ് മുബാറക് നാളെ സമാപിക്കും. ഇന്ത്യ പാക് അതിർത്തിയിലെ സംഘർഷം യുദ്ധത്തിൽ കലാശിച്ചേക്കാമെന്ന് ലഷ്കർ-ഇ-ത്വയ്ബ മേധാവി. പങ്കാളിത്ത പെൻഷൻ പദ്ധതി സംബന്ധിച്ച് ധനവകുപ്പ് പ്രത്യേക മാർഗരേഖ തയ്യാറാക്കി. കേരളത്തിന്റെ പ്രത്യേക തൊഴിൽ സാഹചര്യം, ജീവനക്കാരുടെ അഭിപ്രായങ്ങൾ എന്നിവ കണക്കിലെടുത്തുള്ള മാർഗരേഖയാണ് തയ്യാറാക്കിയത്. വാർത്തകൾ വിശദമായി. ഇന്ത്യ പാക് അതിർത്തിയിലെ സംഘർഷം യുദ്ധത്തിൽ കലാശിച്ചേക്കാമെന്ന് ലഷ്കർ-ഇ-ത്വയ്ബ മേധാവി ഹാഫിസ് സയ്യിദിന്റെ മുന്നറിയിപ്പ്. പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്താനാണ് ഇന്ത്യയുടെ ശ്രമമെന്നും ഇത് അനുവദിക്കില്ലെന്നും ഹാഫിസ് സയ്യിദ് റോയിറ്റേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ കുറ്റപ്പെടുത്തി. അതേസമയം അതിർത്തിയിലെ സംഘർഷം അയവില്ലാതെ തുടരുകയാണ്. ഇന്ത്യ പാക് അതിർത്തിയിലെ വെടിവെപ്പ് തുടങ്ങിയിട്ട് ഒരാഴ്ച പിന്നിട്ടെങ്കിലും സംഘർഷത്തിന് അയവ് വന്നിട്ടില്ല. ഇന്നലെ 8 ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിവെപ്പുണ്ടായി. ഇതിനിടെയാണ് ലഷ്കർ മേധാവി ഇന്ത്യക്കെതിരെ കടുത്ത ആരോപണങ്ങളുമായി രംഗത്തെത്തിയത്. കാശ്മീർ പ്രശ്നത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടാകാതിരിക്കാൻ ഇന്ത്യ മനഃപൂർവ്വം അതിർത്തിയിൽ സംഘർഷം സൃഷ്ടിക്കുകയാണെന്ന് ഹാഫിസ് സയ്യിദ് കുറ്റപ്പെടുത്തി. യുദ്ധം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ കൂടി ഈ സംഘർഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൽ കലാശിച്ചേക്കുമെന്നും ഹാഫിസ് സയ്യിദ് മുന്നറിയിപ്പ് നൽകി. അതേസമയം താൻ പാക് അധിനിവേശ കാശ്മീർ സന്ദർശിച്ച ശേഷമാണ് ഇന്ത്യൻ സൈനികരെ ക്രൂരമായി കൊലപ്പെടുത്തിയതെന്ന വാർത്ത ഹാഫിസ് സയ്യിദ് നിഷേധിച്ചു. അതിർത്തിയിലെ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഫ്ളാഗ് മീറ്റിംഗിന് പാകിസ്ഥാൻ ഇനിയും തയ്യാറായിട്ടില്ല. പകരം വ്യാഴാഴ്ച നടന്ന വെടിവെപ്പിൽ പാകിസ്ഥാൻ സൈനികർ മരിച്ചതിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ വിളിച്ചുവരുത്തി പ്രതിഷേധമറിയിക്കുകയാണ് വെള്ളിയാഴ്ച പാകിസ്ഥാൻ ചെയ്തത്. ഇതിന് പിന്നാലെ പ്രതിരോധ മന്ത്രി AK ആന്റണി ഡൽഹിയിൽ ഉന്നതതല യോഗം വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. കരസേനാ മേധാവി ജനറൽ ബിക്രം സിംഗും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ശിവശങ്കർ മേനോൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. സംഘർഷത്തെ തുടർന്ന് വാഗ്, ഉറി, പൂഞ്ച് അതിർത്തികളിലൂടെയുള്ള ബസ് സർവീസും ചരക്ക് കടത്തും പാകിസ്ഥാൻ തടഞ്ഞിരിക്കുകയാണ്. തിങ്കളാഴ്ചയോടെ ചരക്ക് കടത്ത് പുനരാരംഭിച്ചേക്കുമെന്നാണ് സൂചന. ഇന്ത്യ പാക് അതിർത്തി നിയന്ത്രണ രേഖയിൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ വെടിയുതിർക്കുന്നത് തുടർന്നാൽ ഇന്ത്യൻ സേനയ്ക്ക് മറ്റു മാർഗങ്ങൾ സ്വീകരിക്കേണ്ടിവരുമെന്ന് വ്യോമസേനാ മേധാവി ചീഫ് മാർഷൽ NAK ബ്രൌൺ മുന്നറിയിപ്പ് നൽകി. ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ അലംഘനീയമായ അതിർത്തി നിയന്ത്രണ രേഖയും വെടിനിർത്തൽ കരാറും നിലനിൽക്കുന്നുണ്ടെന്നും എന്നാൽ ഏതാനും മാസങ്ങളായി പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് നിയമലംഘനമാണ് നേരിടേണ്ടി വരുന്നതെന്നും വ്യോമസേനാ മേധാവി പറഞ്ഞു. തിരിച്ചടിയുണ്ടാകില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ നിയമലംഘനം നടത്തുന്നതെന്നും ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ചീഫ് മാർഷൽ NAK ബ്രൌൺ മുന്നറിയിപ്പ് നൽകി. പങ്കാളിത്ത പെൻഷൻ പദ്ധതി സംബന്ധിച്ച് ധനവകുപ്പ് പ്രത്യേക മാർഗരേഖ തയ്യാറാക്കി. കേരളത്തിന്റെ പ്രത്യേക തൊഴിൽ സാഹചര്യം, ജീവനക്കാരുടെ അഭിപ്രായങ്ങൾ എന്നിവ കണക്കിലെടുത്തുകൊണ്ടുള്ള മാർഗരേഖക്കാണ് രൂപം നൽകിയിരിക്കുന്നത്. ഇതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും സമരം ചെയ്യുന്ന ജീവനക്കാരുമായി സർക്കാർ ആശയവിനിമയം നടത്തുക. കേരളത്തിന്റെ പ്രത്യേക തൊഴിൽ സാഹചര്യങ്ങളും ജീവനക്കാരുടെ ആശങ്കകളും കണക്കിലെടുത്തുകൊണ്ടുള്ള മാർഗരേഖയ്ക്ക് ധനവകുപ്പ് രൂപം നൽകി. മിനിമം പെൻഷൻ, കുടുംബ പെൻഷൻ എന്നിവ ഉറപ്പാക്കും. നിലവിലുള്ള ജീവനക്കാരെ പങ്കാളിത്ത പെൻഷൻ ഒരു തരത്തിലും ബാധിക്കില്ലെന്നും ഉറപ്പു നൽകും. ഫണ്ട് നിക്ഷേപം സംബന്ധിച്ച് ജീവനക്കാർക്കുള്ള ആശങ്കകൾ അകറ്റുന്ന വിധമുള്ള വിശദീകരണവും മാർഗരേഖയിൽ.
ഫണ്ട് മാനേജേഴ്സിനെ തീരുമാനിക്കാനുള്ള അവകാശം ജീവനക്കാർക്കുണ്ടാകും. നാഷണൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡിനാകും ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിന്റെ ചുമതല. സുരക്ഷിതം, ആദായകരവും സുരക്ഷിതത്വവും ആദായകരം ഇങ്ങനെ 3 തരം നിക്ഷേപ മാർഗങ്ങൾ ഉണ്ടാകും. സർക്കാർ ഫണ്ടുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും വാണിജ്യ ബാങ്കുകളുടെയും ഫണ്ടുകൾ എന്നിവയാണ് സുരക്ഷിതവും ആദായകരവുമായി കണക്കാക്കപ്പെടുന്നത്. സ്വകാര്യ മേഖലയിലെ നിക്ഷേപം ആദായകരം എന്ന വിഭാഗത്തിൽപ്പെടുന്നു. വിരമിക്കുമ്പോൾ പെൻഷന്റെ 50% കമ്മ്യൂട്ട് ചെയ്യാം. നിയമപ്രകാരം ഇത് 40%. ബാക്കി 40% പ്രതിമാസ കുടുംബ പെൻഷനായി മാറ്റിവെക്കും. പെൻഷൻ പദ്ധതിയിൽ നിന്ന് നേരത്തെ പിന്മാറുന്നവരുടെ 80% തുകയും പ്രതിമാസ കുടുംബ പെൻഷനായി മാറ്റും. പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഏപ്രിൽ മുതൽ നടപ്പാക്കാനായി കേരള സർവീസ് ചട്ടങ്ങളിൽ സർക്കാർ മാറ്റം വരുത്തും. തിരുകേശം സംരക്ഷിക്കുന്നതിനായി പള്ളി നിർമ്മിക്കുന്നതിന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കോഴിക്കോട് നഗരത്തിലെവിടെയും പണപ്പിരിവ് നടത്തിയിട്ടില്ലെന്ന് പോലീസ് ഇന്റലിജൻസ് വിഭാഗം. ഇതു സംബന്ധിച്ച് അന്വേഷണം നടത്തിയ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ ജില്ലാ പോലീസ് ചീഫിന് നൽകിയ റിപ്പോർട്ടിലാണ് പണപ്പിരിവ് നടത്തിയിട്ടില്ലെന്ന് പറയുന്നത്. കാന്തപുരത്തിന് തിരുകേശം നൽകിയ അഹമ്മദ് ഹസ്റജി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ മന്ത്രിയും മതപണ്ഡിതനുമാണ്. തിരുകേശം സംരക്ഷിക്കുന്നതിനുള്ള പള്ളി നിർമ്മാണത്തെ എതിർക്കുന്നത് മുസ്ലിം സമുദായത്തിലെ AK സുന്നി, ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ് തുടങ്ങിയ വിഭാഗങ്ങൾ മാത്രമാണെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. പ്രവാചകരുടെ തിരുകേശമാണെന്ന് അവകാശപ്പെടുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ കൈവശമുള്ള തിരുകേശത്തിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്നത് ക്രമസമാധാന തകർച്ചയുണ്ടാക്കുമെന്ന് കേരള സർക്കാർ. കാന്തപുരത്തിന്റെ കൈവശമുള്ള തിരുകേശത്തിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത് തീർത്തും അനുചിതമാണെന്നും അനാവശ്യമായ ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കാരണമാവുമെന്നും മതസൗഹാർദ്ദം തകർക്കുമെന്നും സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി. മലപ്പുറത്ത് 33 സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി നൽകില്ലെന്ന് മന്ത്രി KM മാണി ആവർത്തിച്ചു. ഇത് സർക്കാരിന്റെ നയപരമായ തീരുമാനമാണ്. ജീവനക്കാർക്ക് സർക്കാർ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൊച്ചിയിൽ വാർത്താലേഖകരോട് പറഞ്ഞു. കോഴിക്കോട് ദേശീയപാതയിൽ ചെലവൂരിന് സമീപം ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികരായ ദമ്പതികൾ മരിച്ചു. കൊടുവള്ളി ആവിലോറ സ്വദേശി 45 വയസ്സുകാരനായ മുഹമ്മദും ഭാര്യ 37 വയസ്സുകാരിയായ ഹാജറയുമാണ് മരിച്ചത്. ഇവരുടെ മകൾ രഹന 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇന്ന് രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഇസ്ലാമിക പ്രസാധന രംഗത്ത് മികച്ച കുതിപ്പുകൾ നടത്തുകയാണ് SSF പ്രസാധക വിഭാഗം IPB. അശ്ലീലത പുരണ്ട അക്ഷരങ്ങൾ തുന്നിക്കെട്ടി മാർക്കറ്റ് പിടിക്കുന്ന പുസ്തകാലയങ്ങൾക്ക് മധ്യേ നേരിന്റെ അധ്യായങ്ങൾ സമർപ്പിക്കുകയാണ് IPB. ചുരുങ്ങിയ കാലം കൊണ്ട് 100-ലേറെ പുസ്തകങ്ങൾ ഇതിനു കീഴിൽ പുറത്തിറങ്ങി. നന്മയെ സ്നേഹിക്കുന്ന ഒട്ടേറെ വായനക്കാർ ഇന്ന് IPBയെ പ്രതീക്ഷിക്കുന്നു. മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ, അകമിൽ സഹജീവി സ്നേഹസുമങ്ങൾ വിടരട്ടെ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. ആത്മീയതയുടെ അഭാവം മനുഷ്യനെ സാംസ്കാരികമായി അധപ്പതിപ്പിക്കുന്നുവെന്ന് കുണ്ടൂർ ഉറൂസിനോടനുബന്ധിച്ച് നടന്ന ആത്മീയ സമ്മേളനം അഭിപ്രായപ്പെട്ടു. പ്രവാചകന്മാരുടെയും ആത്മീയ നായകരുടെയും പ്രബോധന പ്രവർത്തനങ്ങളിലൂടെയാണ് മനുഷ്യർ സംസ്കാര സമ്പന്നരായത്. ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന സമൂഹം വീണ്ടും മൃഗീയതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആത്മീയതയും ഭയഭക്തിയും ഇല്ലാതാകുന്നതാണ് ഇതിന് കാരണമെന്നും സമ്മേളനം ചൂണ്ടിക്കാട്ടി. പകര മുഹമ്മദ് ഹസനി പ്രഭാഷണം നടത്തി. കുണ്ടൂർ കുഞ്ഞു മക്കാം സിയാറത്തിന് സയ്യിദ് ജമാലുദ്ദീൻ ബുഖാരി നേതൃത്വം നൽകി. മൗലിദ് പാരായണത്തിന് കരുവമ്പലം ഉണ്ണിക്കോയത്തങ്ങൾ EK ഹുസൈൻ മുസ്ലിയാർ നേതൃത്വം നൽകി. കുണ്ടൂർ ഉസ്താദ് ജീവിതം സന്ദേശം സെഷൻ SSF ദേശീയ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് തുറാബ് അസഖാഫി ഉദ്ഘാടനം ചെയ്തു. വൈലത്തൂർ ബാബ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. സയ്യിദ് ഹുസൈൻ ജമലുലൈലി പ്രാർത്ഥന നടത്തി. അലി ബാക്കവി ആറ്റുപുറം, KT ത്വാഹിർ സഖാഫി, ഫൈസൽ ഹസനി രണ്ടത്താണി, അബൂബക്കർ മാസ്റ്റർ പടിക്കൽ വിഷയം അവതരിപ്പിച്ചു. അലവി സഖാഫി കൊളത്തൂർ, M മുഹമ്മദ് സ്വാദിഖ്, മജീദ് അരിയല്ലൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ന് രാവിലെ 9 മണിക്ക് കോട്ടൂർ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടന്ന ഖത്മുൽ ഖുർആൻ സദസ്സോടെ 3ാം ദിന പരിപാടികൾക്ക് തുടക്കമായി. 10 മണിക്ക് നടന്ന ആദർശ സമ്മേളനം കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. അലവി സഖാഫി കൊളത്തൂർ, നൌഷാദ് ഹസനി ഒതുക്കുങ്ങൽ, മാളിയേക്കൽ സുലൈമാൻ സഖാഫി, പത്തപ്രിയം അബ്ദുറഷീദ് സഖാഫി തുടങ്ങിയവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു.
വൈകിട്ട് നടന്ന തിരൂരങ്ങാടി ദേശം ചരിത്രം എന്ന വിഷയത്തിൽ സെമിനാർ കേന്ദ്രമന്ത്രി കെ.സി. വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി, സ്വാദിഖ് സഖാഫി പെരിന്താറ്റിരി, ബഷീർ ഫൈസി വെണ്ണക്കോട്, അബ്ദുള്ള മുസ്ലിയാർ ചേറൂർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. 7 മണിക്ക് നടക്കുന്ന ദഅവത്ത് സമ്മേളനം അബ്ദുറഹ്മാൻ ഫൈസി വണ്ടൂർ ഉദ്ഘാടനം ചെയ്യും. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നൈമി, എൻ അലി അബ്ദുള്ള തുടങ്ങിയവർ പ്രഭാഷണം നടത്തും. ഉറൂസുകൾക്ക് നാളെ സമാപനം കുറിക്കും. കുണ്ടൂർ ഗൗസിയ നഗരിയിലെ സ്വാന്തനം കെയർ കൌണ്ടർ തുടങ്ങി. കുണ്ടൂർ ഉസ്താദ് ഉറൂസിനോടനുബന്ധിച്ച് തെന്നല ഏരിയ SYS സ്വാന്തനം സമിതിയാണ് കെയർ ഒരുക്കിയിട്ടുള്ളത്. രോഗികളെ പരിചരിക്കുന്നതിന്റെ ആവശ്യകത, രൂപരേഖ, വളണ്ടിയർമാർക്കുള്ള നിർദ്ദേശങ്ങൾ തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന നിരവധി ചാർട്ടുകൾ ഈ കൌണ്ടറുകളിലുണ്ട്. SYS ജില്ലാ പ്രസിഡന്റ് PKM സഖാഫി ഇരിങ്ങല്ലൂർ കൌണ്ടർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സ്വാന്തനം ചെയർമാൻ അലവി സഖാഫി കൊളത്തൂർ, ഹബീബ് തങ്ങൾ ജിദ്ദ, ഫാറൂഖ് ഹസനി, സഫീർ കൊടക്കല്ലെ തുടങ്ങിയവർ സംബന്ധിച്ചു. നാളെ വൈകിട്ട് 7 മണിക്ക് കുണ്ടൂർ ഗൗസിയിൽ നടക്കുന്ന ഹുബ്ബുർ റസൂൽ സമ്മേളനത്തിൽ സയ്യിദ് യൂസുഫ് ജീലാനി വയലത്തൂർ പ്രാർത്ഥന നിർവഹിക്കും. ബഷീർ വൈസി വണ്ണക്കോട് സ്വാഗതം പറയും. ഷീഖുന ഇ സുലൈമാൻ ഉസ്താദ് അധ്യക്ഷത വഹിക്കും. ഡോക്ടർ ഉമർ കാമിൽ മക്ക പരിപാടി ഉദ്ഘാടനം ചെയ്യും. അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നടത്തും. MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ, സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, സയ്യിദ് ഹുസൈൻ അഹമ്മദ് ശിഹാബ് തങ്ങൾ തിരൂർക്കാട് തുടങ്ങി പ്രമുഖ സയ്യിദരും പണ്ഡിതരും രാഷ്ട്രീയ നേതാക്കളും പങ്കെടുക്കും. കാരന്തൂർ മർക്കസ് സഖാഫത്തി സുന്നിയയിൽ സൂക്ഷിച്ചുവരുന്ന ഷഹർ മുബാറക്കിന്റെ ദർശനവും മീലാദ് ആഘോഷവും ഈ മാസം 14-ന് തിങ്കളാഴ്ച കാലത്ത് 6 മണിക്ക് ആരംഭിക്കും. സുബ്ഹി നിസ്കാരാനന്തരം മൗലിദ് പാരായണവും മദ്ഹ് ഗീതങ്ങളും പ്രഭാഷണവും നടക്കും. സയ്യിദ് അലി ബാഫഖി തങ്ങൾ, സയ്യിദ് യൂസുഫുൽ ബുഖാരി വൈലത്തൂർ, സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, ഇ സുലൈമാൻ മുസ്ലിയാർ, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, AP മുഹമ്മദ് മുസ്ലിയാർ, KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ, C മുഹമ്മദ് ഫൈസി, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, സ്വാദിഖ് സഖാഫി പെരിന്താറ്റിരി തുടങ്ങി പ്രമുഖർ പരിപാടിക്ക് നേതൃത്വം നൽകും. തത്സമയം കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം സംപ്രേഷണം ചെയ്യും. മർക്കസുൽ ഹിദായ എഡ്യൂക്കേഷണൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന നൂറെ മദീന വാർഷിക പ്രഭാഷണത്തിന്റെ ഭാഗമായി നവലോക നന്മക്ക് പ്രവാചക ദർശനം എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി. ബാലുശ്ശേരി വ്യാപാര ഭവനിൽ നടന്ന പരിപാടി പുരുഷൻ കടലുണ്ടി MLA ഉദ്ഘാടനം ചെയ്തു. സഫർ 29 ഇന്ന് റബീഉൽ അവ്വൽ മാസപ്പിറവി കാണുന്നവർ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ അറിയിക്കണമെന്ന് കോഴിക്കോട്, വയനാട്, മലപ്പുറം, കണ്ണൂർ, പാലക്കാട്, തൃശൂർ ജില്ലാ സംയുക്ത മഹല്ല് ജമാഅത്ത് ഖാദിമാരായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, KP ഹംസ മുസ്ലിയാർ, N അലി മുസ്ലിയാർ, സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, ബേപ്പൂർ ഖാദി PT അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്നിവർ അറിയിച്ചു. ഫോൺ നമ്പർ 0495277153. SYS ആദർശ് ക്യാമ്പയിനിന്റെ ഭാഗമായി സുന്നി വോയ്സ് വായനക്കാർക്കായി സംഘടിപ്പിച്ച ആദർശ ക്വിസ് മത്സര വിജയികളെ തിരഞ്ഞെടുക്കപ്പെട്ടു. മലപ്പുറം ഹാജിയാർ പള്ളിയിലെ അബ്ദുറഹ്മാൻ പള്ളിക്കൽ, ഇരിങ്ങല്ലൂർ കുഴിപ്പുറത്തെ OK അബ്ദുറഷീദ്, കായംകുളം പെരിങ്ങാല ദാറുനഈമിലെ H മുഹമ്മദ് ബഷീർ എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. ശരിയുത്തരം എഴുതിയ 3056 പേരിൽ നിന്നും നറുക്കെടുപ്പിലൂടെയാണ് വിജയികളെ നിർണയിച്ചത്. നറുക്കെടുപ്പിന് സംസ്ഥാന സെക്രട്ടറിമാരായ വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, N അലി അബ്ദുള്ള, മജീദ് കക്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. സമസ്ത കേരള സുന്നി യുവജന സംഘം സംഘടിപ്പിക്കുന്ന ഉംറ സർവീസിന്റെ ഈ വർഷത്തെ ആദ്യ ബാച്ച് ഈ മാസം 14, 15, 16 തീയതികളിലായി പുറപ്പെടും. മീലാദ് ഷരീഫ് ദിനമായ റബീഉൽ അവ്വൽ 12-ന് തിരുനബിയുടെ സവിധത്തിൽ സിയാറത്തിന് സാധിക്കും വിധമാണ് സംഘം പുറപ്പെടുന്നത്. 1ാം ബാച്ചിനുള്ള പഠന ക്ലാസ് കഴിഞ്ഞ ദിവസം മർക്കസ് കോംപ്ലക്സിലെ കാലിക്കറ്റ് ടവറിൽ SYS ദേശീയകാര്യ സെക്രട്ടറി N അലി അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. ചീഫ് അമീർ ഷാഫി സഖാഫി മുണ്ടമ്പ്ര ക്ലാസിന് നേതൃത്വം നൽകി. അമീർമാരായ അബ്ദുൽ നാസർ സഖാഫി അമ്പലക്കണ്ടി, യൂസഫ് സഖാഫി, ബഷീർ മുസ്ലിയാർ, സുലൈമാൻ സഖാഫി കൊടിഞ്ഞി തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രവാസ ജീവിതത്തിനിടയിൽ മരിക്കുന്നവരുടെ കുടുംബത്തെ സഹായിക്കുന്നതിന് ക്ഷേമനിധി സ്വരൂപിക്കാൻ മർക്കസിൽ ചേർന്ന പ്രവാസി സംഗമം തീരുമാനിച്ചു. സംഗമത്തിൽ VPM ഫൈസി വില്യാപ്പള്ളി അധ്യക്ഷത വഹിച്ചു. C മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന് പോലും ചെയ്യാൻ പറ്റാത്ത പ്രവർത്തനങ്ങൾക്കാണ് മഅദിൻ അക്കാദമി നേതൃത്വം നൽകുന്നതെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അഭിപ്രായപ്പെട്ടു. മഅദിൻ ടെക്നോറിയത്തിന്റെ ഭാഗമായുള്ള പോളിടെക്നിക് കോളേജിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
വലിയ സേവനത്തിന്റെ കേന്ദ്രമാണ് മഅദിൻ. പണമുണ്ടായതുകൊണ്ട് മാത്രമായില്ല, അതോടൊപ്പം ആത്മാർത്ഥതയും സമൂഹത്തോടുള്ള കടപ്പാടും വേണം. കുട്ടികൾക്ക് സ്നേഹവും കരുതലും നൽകി വളർത്താനുള്ള മനസ്സ് വേണം. മഅദിൻ അക്കാദമി ഇവിടെയാണ് മാതൃകയാവുന്നതെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. മലേഷ്യ ആസ്ഥാനമായുള്ള OIC ഇന്റർനാഷണലും മഅദിൻ അക്കാദമിയും സംയുക്തമായി ഏർപ്പെടുത്തിയ സക്സസ് ലൈൻ ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് അബുദാബിയിലെ ലൈഫ് ലൈൻ മെഡിക്കൽ ഗ്രൂപ്പ് MD ഡോക്ടർ ഷംസീർ വിപിക്ക് മുഖ്യമന്ത്രി സമ്മാനിച്ചു. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി അധ്യക്ഷനായിരുന്നു. മഅദിൻ അക്കാദമിയുടെ പുതിയ സംരംഭങ്ങളായ ടെക്നോളജിയത്തിന്റെ പ്രഖ്യാപനം മന്ത്രി ആര്യാടൻ മുഹമ്മദും ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രഖ്യാപനം മഞ്ഞളാംകുഴി അലിയും നിർവഹിച്ചു. OIC ഇന്റർനാഷണൽ CEO ഡോക്ടർ രാജ മുഹമ്മദ് അബ്ദുള്ള മലേഷ്യ മുഖ്യാതിഥിയായിരുന്നു. ശാസ്ത്രീയമായ ആധുനിക സംവിധാനങ്ങളും കാലിക പ്രസക്തമായ പാഠ്യപദ്ധതിയും നടപ്പിലാക്കി രാജ്യത്ത് ധാർമ്മിക വിദ്യാഭ്യാസ രംഗത്ത് മികവാർന്ന സേവനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിന് ISO അംഗീകാരം. ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു മദ്രസ പ്രസ്ഥാനത്തിന് രാജ്യാന്തര അംഗീകാരം ലഭിക്കുന്നത്. KG ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി വരെ ധാർമ്മിക വിദ്യാഭ്യാസ പഠനത്തിനായി പുറത്തിറക്കിയ ഉന്നത നിലവാരത്തിലുള്ള പാഠപുസ്തകങ്ങൾ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി സമയബന്ധിതമായി വർഷം തോറും നടത്തിവരുന്ന മദ്രസ പൊതുപരീക്ഷകൾ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും മികച്ച സേവനം ലഭ്യമാക്കുന്നതിനായി പൂർണ്ണമായും ആധുനികവൽക്കരിച്ച ഓഫീസ് സംവിധാനങ്ങൾ എന്നിങ്ങനെ 3 മേഖലകളിലെ ഗുണമേന്മ മെച്ചപ്പെടുത്താൻ സ്വീകരിച്ച നടപടികളാണ് സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിന് രാജ്യാന്തര അംഗീകാരത്തിന് അർഹമാക്കിയത്. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ നിയമസഭാ സ്പീക്കർ G കാർത്തികേയൻ, സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി പ്രൊഫസർ AK അബ്ദുൽ ഹമീദിന് ബഹുമതി പത്രം നൽകി. ISS സർട്ടിഫൈഡ് ലീഡ് ഓഡിറ്റർ MC റസി, സുന്നി വിദ്യാഭ്യാസ ബോർഡ് ജനറൽ മാനേജർ VM കോയ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. IHRD കോളേജ് വിദ്യാർത്ഥിയും SSF ഈർപ്പണ യൂണിറ്റ് ട്രഷററുമായ VP ആഷിഖിനു നേരെ SFI പ്രവർത്തകർ നടത്തിയ ആക്രമണത്തിൽ SSF താമരശ്ശേരി സെക്ടർ കമ്മിറ്റി പ്രതിഷേധിച്ചു. കലാലയങ്ങളിൽ അധ്യയനം തടസ്സപ്പെടുത്തുന്ന ഫാസിസ്റ്റ് രീതിക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാക്കണമെന്നും ആഷിഖിനെ ആക്രമിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും യോഗം ആവശ്യപ്പെട്ടു. NV അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. ICF കുവൈത്ത് കമ്മിറ്റി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിനു വഴികാട്ടി എന്ന ശീർഷകത്തിൽ സംഘടിപ്പിക്കുന്ന മീലാദ് കോൺഫറൻസ് 2013 ഈ മാസം 24, 25 തീയതികളിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നടക്കും. 24-ന് മദ്ഹ് ആലാപനം, പ്രഭാഷണം, തബറുക്ക് വിതരണം തുടങ്ങിയവ നടക്കും. പരിപാടികൾക്ക് ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നൈമി നേതൃത്വം നൽകും. ജനുവരി 25-ന് അബ്ബാസിയ ടൂറിസ്റ്റ് പാർക്ക് നടക്കുന്ന മീലാദ് സമ്മേളനത്തിൽ അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തുടങ്ങിയവർ പങ്കെടുക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരുകേശപ്പള്ളിക്ക് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പണപ്പിരിവ് നടത്തിയിട്ടില്ലെന്ന് പോലീസ് ഇന്റലിജൻസ് വിഭാഗം. തിരുകേശത്തെക്കുറിച്ചുള്ള വസ്തുതാന്വേഷണം ക്രമസമാധാനം തകർക്കുമെന്ന് സർക്കാർ. സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിന് ISO രാജ്യാന്തര ബഹുമതി. ഒരു മദ്രസ പ്രസ്ഥാനത്തിന് രാജ്യാന്തര ബഹുമതി ലഭിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായി. ഷാഇർ മുബാറക്ക് ദർശനവും മീലാദ് ആഘോഷവും തിങ്കളാഴ്ച മർക്കസിൽ. ആത്മനിർവൃതിയായി കുണ്ടൂർ ഗൗസിയ നഗരിയിൽ ആത്മീയ സമ്മേളനം. ആശിഖ് റസൂൽ ഷെയ്ഖുന കുണ്ടൂർ ഉസ്താദ് 7ാമത് ഉറൂസ് മുബാറക്ക് നാളെ സമാപിക്കും. ഇന്ത്യ പാക് അതിർത്തിയിലെ സംഘർഷം യുദ്ധത്തിൽ കലാശിച്ചേക്കാമെന്ന് ലഷ്കർ തൊയ്ബ മേധാവി. പങ്കാളിത്ത പെൻഷൻ പദ്ധതി സംബന്ധിച്ച് ധനവകുപ്പ് പ്രത്യേക മാർഗരേഖ തയ്യാറാക്കി. കേരളത്തിന്റെ പ്രത്യേക തൊഴിൽ സാഹചര്യം, ജീവനക്കാരുടെ അഭിപ്രായങ്ങൾ എന്നിവ കണക്കിലെടുത്തുള്ള മാർഗരേഖയാണ് തയ്യാറാക്കിയത്. ഇതോടെ KMC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30 കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും KMC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം kmcnewstime@gmail.com. ഏറ്റവും പുതിയ വാർത്തകളും ചിത്രങ്ങളും ലഭിക്കാൻ സന്ദർശിക്കുക www.sunnionlineclass.com, sunnyonlinenews.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.